ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ഓഗസ്റ്റ് 25, സമയം ഏകദേശം 9:17 ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ട്രേഡിങ്ങിലോട്ട് വന്നത്. കാരണം ഇപ്പോൾ ഒരു ട്രേഡർ മാത്രമല്ല, ഒരു ഫാദർ കൂടിയാണ് ഞാൻ. സോ വളരെ സന്തോഷം. ഇതൊരു സെക്കൻഡ് ലൈഫായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു ബേബി ഗേൾ ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയി ആൻഡ് ഒരു മോട്ടിവേഷൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി കൂടുതൽ റെസ്പോൺസിബിളോടെ ട്രേഡിങ്ങിനെ സമീപിക്കണമെന്നാണ്. ആൻഡ് ഞാൻ ഇതൊരു സെക്കൻഡ് ലൈഫാണ്. അപ്പോൾ പുതിയൊരു ട്രേഡിംഗ് ജേണിയാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിനി പേഴ്സണൽ മാറ്ററൊക്കെ മാറ്റിയിട്ട് മാർക്കറ്റ് നോക്കാം. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ഫ്രൈഡേ ഒരു സ്ട്രോങ് ബ്രേക്ക് ഡൗൺ നടത്തി ഒരു സ്ട്രോങ് സെല്ലിംഗ് മൊമെൻറ്റം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ലോവർ ഹൈ ഫോർമേഷൻ, റൈറ്റ്. വളരെ ക്ലീൻ ആണ് ചാർട്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും പറയാൻ വേണ്ടി പറ്റും മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ഉള്ളത്, അല്ല, സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് പറയാം. അപ്പം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ രണ്ട് പേരുണ്ട്. ഒന്ന് ബയർ ഉണ്ട്, മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ബയർ ഉണ്ട്. അതുകൂടാതെ മാർക്കറ്റിൽ സെല്ലറുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് മാർക്കറ്റിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ബയർ വിജയിക്കും, ചില സമയത്ത് സെല്ലർ വിജയിക്കും. ഈ ഒരു റിസെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബയേഴ്സ് സ്ട്രോങ് അല്ല, സെല്ലറാണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. മാർക്കറ്റിനെ സെല്ലറാണ് സ്ട്രോങ് എന്ന് പറയാം. അപ്പോൾ അവരുടെ സൈക്കോളജി രീതിയിലാണ് ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യാൻ നോക്കുന്നത്. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ സെല്ലറാണ് സ്ട്രോങ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് മേ ബി ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ, റൈറ്റ്, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്, റൈറ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സെല്ലേഴ്സ് അഗ്രസീവ്ലി അവിടെ നിന്ന് വരാനും മാർക്കറ്റിനെ വീണ്ടും താഴോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു പുൾ ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെല്ലിംഗ് പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനോട് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, റൈറ്റ്. സോ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും വരുമോ, ഉറപ്പുണ്ടോ എന്നുള്ളത്. അതും എനിക്ക് ഉറപ്പൊന്നുമില്ല, സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ ഈ ലെവലിൻ്റെ ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് നടന്നെടുക്കുന്ന ലെവലിൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. ഈ ഒരു ലെവലിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ വീക്ക്നെസ്സോ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ സംതിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹിൻഡ് മാർക്കറ്റ് തരും വീക്ക്നെസ്സിൻ്റെ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിന്നൊരു സെല്ലിംഗ് എൻട്രി പുട്ട് ഓപ്ഷനൊരു ട്രേഡ് പ്ലാൻ ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രേഡേഴ്സ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു ലെവലിലോട്ട് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വീക്ക്നെസ് കാണാം, ഒരു ബെറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് മതി എനിക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട്. സോ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഞാൻ മൾട്ടിപ്പിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാം ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. 12.75 ഒക്കെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ടാക്സ് സേവ് ഒക്കെ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഫാമിലി മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ, സോ ഡൺ. 105 ക്വാണ്ടിറ്റി ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. യാതൊരു രീതിയിലും FNO പ്രൊമോട്ട് ചെയ്യുന്നില്ല. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. FNO ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഓക്കെ, സോ പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസ്. എങ്ങനെയാണ് ട്രേഡ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഇനി ഇത് എൻ്റെ വ്യൂ ആണ്. ഈ ഒരു വ്യൂ റോങ് ആവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി വരുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ലോസ് ബുക്ക് ചെയ്യും. അതായത് ഈ ഒരു സോണിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് ടാർഗറ്റ് മേ ബി ആ ഒരു ഡേയിലോ ഞാൻ താഴെ ഡ്രോ ചെയ്ത ആ ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കട്ടെ. കറണ്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ആണ് ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുന്നത്. ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റ് ട്രെൻഡിങ്ങിലാണ്. സോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. പാനിക് ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു വർഷം എത്ര ട്രേഡുകൾ എടുക്കും അല്ലെ? 10-200 ട്രേഡുകൾ, 10-300 ട്രേഡുകൾ നമ്മൾ എടുക്കും. അപ്പോൾ അതിൽ ഒരു ട്രേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഇത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊന്നും നമ്മുടെ ഓവറോൾ പെർഫോമൻസിന് യാതൊരു രീതിയിലും ബാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇമോഷണലി എടുക്കേണ്ട ആവശ്യമില്ല. ലോസ് ഓഫ് പ്രോഫിറ്റോ എന്തും ആയിക്കോട്ടെ, പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഡിസിപ്ലിനോടുകൂടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട്, റാൻഡം ചിന്തകൾ ഒഴിവാക്കിയിട്ട്, സ്കാൾപ്പിംഗ് മോഡൊക്കെ ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ട് ട്രേഡുകൾ ചെയ്ത് നമ്മൾ ശ്രമിക്കും, റൈറ്റ്. അത് നമ്മൾ ഓരോ ക്യാൻഡിലും നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യുന്നു,
നമ്മുടെ ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു, പേടി വരുന്നു, ഗ്രീഡ് വരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. അതൊക്കെ മാറ്റി നിർത്തുക. നിങ്ങൾ ഒരു വർഷത്തിലെടുക്കുന്ന ഇത് 300 ട്രേഡിൽ ജസ്റ്റ് 1 ട്രേഡ് മാത്രമാണ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ യാതൊരു രീതിയിലും ബാധിക്കില്ല. നിങ്ങൾ ഡിസിപ്ലിനോട് കൂടെയാണ്, നിങ്ങൾക്ക് വ്യക്തമായ ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട്, വ്യക്തമായ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ ഓവറോൾ ഡെഫിനറ്റ്ലി പെർഫോമൻസ് എന്തായാലും പ്രോഫിറ്റിലായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലാണ് ഇപ്പോൾ റണ്ണിങ്ങിലുള്ളത്. നല്ലൊരു എൻട്രി ആയിരുന്നു ആൻഡ് ടാർഗറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ ട്രേഡ് എൻട്രി പുട്ട് ഓപ്ഷനിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ക്യാൻഡിൽ ഷിപ്പ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതൊരു ബീറിഷ് സൈനാണ്. ഓക്കെ, എൻട്രി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് എനിക്ക് അനുകൂലമായിട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ആൻഡ് ടാർഗറ്റിന് തൊട്ട് മുമ്പിൽ വരെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു മൊമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല, ഒരു സ്ട്രോങ് മൊമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ടാർഗറ്റ് ഇവിടെ ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. പേഷ്യൻസോടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുവാണ്. ഓക്കെ, നിയർലി ഒരു 100 പോയിന്റിന് അടുത്തുണ്ട്. സോ ആ ഒരു ഡേ ലോ മേ ബി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ അധികം ഗ്രീഡി ആവുന്നില്ല. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത ആ ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ആൻഡ് എക്സിറ്റഡ്. ഓക്കെ, നിയർലി ഒരു 90+ പോയിന്റ്. ഓക്കെ, സോ ഡൺ ഫോർ ദ ഡേ. ഓക്കെ, അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡാണ്. ഇവിടെ ഞാൻ അങ്ങനെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ട്രേഡ്, സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും സൈക്കോളജി മനസ്സിലാക്കിയിട്ടൊരു ട്രേഡാണ് എടുത്തിരുന്നത്. എൻട്രി എക്സിറ്റ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ഡിസിപ്ലിനോട് കൂടി എൻ്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ക്ഷമയോടെ. അതേ ഡിസിപ്ലിനോട് കൂടി ഞാൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്തിരുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് നാൾ മാർക്കറ്റിൽ നമ്മൾ ലൈവ് മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് എൻട്രികളൊക്കെ നമുക്ക് കിട്ടും. ബട്ട് അവിടെ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ടൈം നമുക്ക് എടുക്കും. അത് സ്ലോലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. സോ ബൈ, താങ്ക് യു.